വിദേശ ജോലിയായിരുന്നു ലക്ഷ്യമെങ്കിലും ഫുഡ് ക്രാഫ്റ്റിലേറെ കമ്പമുള്ള ഐവിൻ സന്തോഷത്തോടു കൂടിയായിരുന്നു കാസിനോ എയർ കേറ്റേഴ്സിലെ ബേക്കറുടെ ജോലി ചെയ്തിരുന്നത്. അന്നും പതിവ് പോലെ രാത്രി 9:30യോടെയാണ് ഐവിൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. പ്രദേശത്ത് രാത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ കാറിന് പോകാമെന്നായിരുന്നു ഐവിന്റെ തീരുമാനം. ജോലി സ്ഥലത്തേക്ക് പോകും വഴി റോഡിൽ തർക്കമുണ്ടായപ്പോൾ തന്നെ കുറച്ചു സമയം വൈകുമെന്നും ചെറിയൊരു പ്രശ്നത്തിലാണെന്നും ഐവിൻ ഓഫീസിലേക്ക് വിളിച്ച് അറിയിച്ചിരുന്നു. 10നും 11നും ഇടയിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. രാത്രി 12:30യോടെ പിതാവ് ജിജോയുടെ ഫോണിലേക്ക് പോലീസിന്റെ വിളിയെത്തി. മകൻ അപകടം പറ്റി റോഡിൽ കിടക്കുന്നുവെന്ന് മാത്രമാണ് പോലീസ് നൽകിയ വിവരം. വിവരം അറിഞ്ഞ ഉടൻ അമ്മ റോസ്മേരിയും ജിജോയും പലവട്ടം മകന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. പ്രതികളുടെ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നതിനിടയിൽ ബോണറ്റിനും ഗ്ലാസിനും ഇടയിലുള്ള ഭാഗത്ത് ഐവിന്റെ ഫോൺ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ച് ഫോൺ വീണ്ടെടുക്കുകയായിരുന്നു. ഒടുവിൽ ജിജോ റോസ്മേരിയെ വിളിച്ചു. നമ്മുടെ മോനെ അവർ കൊന്നടി എന്ന നിലവിളിയോടെ. ഇടവഴിയിലൂടെ വേഗത്തിൽ പാഞ്ഞുപോയ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന യുവാവിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ റോഡിൽ ഓടിക്കൂടിയത്. വാഹനത്തിൽ ആരെയോ തട്ടിക്കൊണ്ടുപോകുന്നുവെന്നായിരുന്നു അവർ ആദ്യം കരുതിയിരുന്നത്. ജനങ്ങൾക്ക് കാവലാകാൻ ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ യുവാവിനെ റോഡിലിട്ടു വലിച്ചിഴയ്ക്കുന്ന കാഴ്ച നാട്ടുകാരെ അസ്വസ്ഥമാക്കി അവർ പ്രതികരിച്ചു. സംഭവ സമയം കാർ ഓടിച്ചിരുന്ന SI വിനയ് കുമാർ ദാസിനെ തടഞ്ഞുവെക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയുണ്ടായ നിസ്സാര പ്രശ്നമാണ് ഐവിന്റെ ക്രൂര കൊലപാതകത്തിന് കാരണമായത്. സംഭവം നേരിട്ട് കണ്ടതിനാലാണ് SI വിനയ് കുമാറിനെ തടഞ്ഞുവെച്ചതെന്നും പോലീസിനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചതെന്നുമാണ് നാട്ടുകാർ നൽകിയ മൊഴി. ജനങ്ങളാൽ മർദ്ദനമേറ്റ SI വിനയ് കുമാർ ദാസ് ചികിത്സ തേടിയ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലും പോലീസിന് നാട്ടുകാരുടെ പ്രകോപനത്തെ തുടർന്ന് വൻ സുരക്ഷ ഒരുക്കേണ്ടി വന്നു. കേരള പോലീസിന്റെ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പുറമെ CISF ഉദ്യോഗസ്ഥരെയും മഫ്തിയിൽ കാവലേർപ്പെടുത്തേണ്ടി വന്നു. തുടർന്ന് കൊലപാതകത്തിന്റെ കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചതായി സംഭവസ്ഥലം സന്ദർശിച്ച റൂറൽ SP M ഹേമലത മാധ്യമങ്ങളെ അറിയിച്ചു. കൊല്ലപ്പെട്ട ഐവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ തെളിവുകളായി ശേഖരിച്ചു. ദൃക്സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തി. ഫോറൻസിക് സംഘം പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു. കസ്റ്റഡിയിലുള്ള 2 CISF ഉദ്യോഗസ്ഥരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ പ്രതികളായ ഉദ്യോഗസ്ഥരെ CISF സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തി ഉടൻ നടപടി സ്വീകരിക്കുമെന്നും എയർപോർട്ട് സൗത്ത് സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് CISF DIG R പൊന്നി അറിയിച്ചു. അന്വേഷണത്തിൽ കേരള പോലീസിന് പൂർണ്ണ സഹകരണം നൽകുമെന്നും DIG പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഐവിന്റെ മൃതദേഹം തുറവൂരിലെ വീട്ടിലെത്തിച്ചത്. ഉച്ചയ്ക്ക് 2:30 തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം. സംഭവം നടന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇമീഡിയറ്റ്ലി FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തത് 2 ഇവിടുത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോ നമ്മുടെ സർവൈലൻസിലാണ്. അപ്പൊ അതല്ലാതെ ബാക്കി ഇപ്പൊ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നും ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ആ സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അല്ലെ നിരീക്ഷണത്തിലാണോ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള തെളിവുകൾ മരിച്ചാലിന്റെ ബേസിക് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ്. അവർ CISF കൊല്ലപ്പെട്ട യുവാവ് ഇതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ പകർത്തി അത്തരം തെളിവുകളുണ്ടോ നമുക്ക്? നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പൊ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്ത് നമുക്കതിന് വ്യക്തമായിട്ടില്ല. അപ്പൊ ഇവരുടെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഒരാൾക്ക് പരിക്കുണ്ട്. അവർ മെഡിക്കൽ സർവൈലൻസിലാണ്. മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. എവിടെ ആദ്യം ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്ലല്ല വേറെ ഒന്നുമില്ല. സോ
yesterday we have registered. We came to know about this incident. So necessary details are collected from yesterday, and all the evidences are being worked it now. An FIR is registered in Ermaseri police station, and 2 people are suspected to be part of this crime, and they are under surveillance and they are in custody. Okay. Subscribe to One India and never miss an update.